തിരുവനന്തപുരത്ത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ല. ബാലരാമപുരം സ്വദേശികളായ ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ 2 വയസ്സുള്ള കുഞ്ഞിനെയാണ് കാണാതായത്. പോലീസ് തിരച്ചിൽ തുടങ്ങി. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, എന്താണ് സംഭവിച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്? വീടിനകത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴാണോ കുട്ടിയെ കാണാതായിരിക്കുന്നത്? ജിൽസി, വീടിനകത്ത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2.5 വയസ്സുള്ള പെൺകുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. കോട്ടുകൽ കോണം സ്കൂളിന് സമീപത്ത് താമസിക്കുന്ന ശ്രുതി ശ്രീജിത്ത് ദമ്പതികളുടെ പെൺകുട്ടിയാണ് കാണാതായത്. മാതാപിതാക്കൾക്കൊപ്പം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള കാര്യം ഈ മാതാപിതാക്കൾ അറിയുന്നത്. ഉടൻ തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഇപ്പോഴെന്തായാലും ഈ കുഞ്ഞിനായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അതീവ നിർണായകമാണ്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളൊരു പരാതിയാണ് ലഭിക്കുന്നത്. ശ്രീജിത്ത് ദമ്പതികളുടെ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കാണാനില്ല. കുട്ടിയെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നൊരു ആകാംക്ഷ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വാർത്തയുടെ തുടർ വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സാജിദ്, എന്തായാലും ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് പോലീസ് ഇതിൽ കാണുന്നത്? പോലീസ് ഇപ്പോൾ എവിടെയൊക്കെ അന്വേഷിക്കുന്നു? വീടിന് സമീപത്തൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ടോ? സാജിദിലേക്ക് തിരിച്ചെത്താം. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്. കുട്ടിയെ കാണാനില്ല. തിരുവനന്തപുരത്ത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് കാണാനില്ല എന്നുള്ള ഒരു പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ബാലരാമപുരം സ്വദേശികളായ ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ 2 വയസ്സുള്ള കുഞ്ഞിനെയാണ് കാണാതായത്. പോലീസ് തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. കുട്ടിയെ കാണാനില്ല എന്നുള്ളത് വളരെ അതീവ ഗുരുതരമായ ഒരു കാര്യമായി തന്നെ പോലീസ് എടുത്തിരിക്കുന്നു. വളരെ പെട്ടെന്ന് തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലൊക്കെ പോലീസ് വളരെ ഗൗരവമായി തന്നെ തെരച്ചിൽ തുടരുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ നിന്ന് കൃത്യമായി മാതാപിതാക്കളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയെ രാവിലെ എണീറ്റപ്പോൾ കാണാനില്ല എന്നുള്ളൊരു മൊഴിയാണ് മാതാപിതാക്കൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ, കാരണം ഇത്തരം കേസുകൾ കേരളം മുൻപും കണ്ടിട്ടുണ്ട്, കേരളം മുൻപും ചർച്ച ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയോടുകൂടെ തന്നെയാണ് ഇത്തരമൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞ്, അതും വളരെ ചെറിയ കുഞ്ഞാണ്, 2 വയസ്സുള്ള ഒരു കുഞ്ഞ് എവിടേക്കാണ് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക? ആ കുട്ടിയെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമോ? പോലീസ് എങ്ങനെ അന്വേഷണം തുടരുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെ കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 2 വയസ്സുള്ള കുട്ടിയാണ്. തനിയെ രാത്രി എവിടെയെങ്കിലും പോകാനുള്ള ഒരു സാധ്യത കൂടി വിരളമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ എവിടെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്? ജിൽസി, സങ്കടകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ബാലരാമപുരത്ത് ഈ കുട്ടിയുടെ വീടിന് സമീപത്തെ കോട്ടുകൽ കോണം സ്കൂളിന് സമീപത്ത് ഈ കുട്ടിയുടെ ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. 2.5 വയസ്സുള്ള ദേവ എന്ന കുട്ടിയാണ് ഈ മരിച്ചത്. ഈ കുട്ടി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനിടയിൽ ഈ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ എഴുന്നേറ്റ് നടന്ന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരെങ്കിലും എടുത്തു കൊണ്ടുപോയോ എന്നുള്ളത് ഈ പോലീസ് അന്വേഷിക്കുകയാണ്. അല്പസമയം മുൻപാണ് കുട്ടിയുടെ മൃതദേഹം ഈ സ്കൂളിന് സമീപത്ത് നിന്ന് ലഭിച്ചത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. ഈ മാതാപിതാക്കൾക്ക് ഒപ്പം ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കുഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് കുഞ്ഞിനെ കാണാതാവുന്നത്. രാവിലെ മാത്രമാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട. അതായത് വീടിന് സമീപത്ത് നിന്ന് മൃതദേഹം ലഭിച്ചു എന്നാണോ പറഞ്ഞത്? അതായത് ഈ കോട്ടുകൽ കോണം സ്കൂളിന് അടുത്തുനിന്നാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ കോട്ടുകലിൽ തന്നെയാണ് ഇവരുടെ വീട് ഉള്ളത്, ഈ ശ്രീജിത്തിന്റെ വീട് ഉള്ളത്. ആ വീടിന് സമീപത്തുള്ള സ്കൂളിന്റെ അടുത്തു നിന്നാണ് ഈ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. അത് കിണറിൽ നിന്നാണ് എന്നൊരു വിവരമുണ്ട്. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്.
യെസ്, എന്തായാലും അതീവ സങ്കടകരമായ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് വരുന്നത്. അല്പസമയം മുൻപാണ് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വാർത്ത വരുന്നത്. അതിനുശേഷം പോലീസ് വളരെ പെട്ടെന്ന് അന്വേഷിക്കുകയും കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തകൾ കൂടിയാണ് ഈ നിമിഷം വരുന്നത്. കുഞ്ഞിനെ കണ്ടത് കിണറ്റിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണം സ്വാഭാവികമായും മാതാപിതാക്കളെ കേന്ദ്രീകരിച്ച് കൊണ്ട് തന്നെയായിരിക്കും ആദ്യഘട്ട അന്വേഷണം നടക്കുക. കുഞ്ഞ് മരിച്ച നിലയിൽ രണ്ട് വയസ്സുള്ള കുഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാലരാമപുരം സ്വദേശികളായ ശ്രീജിത്ത് ശ്രുതി ദമ്പതികളുടെ കുഞ്ഞിനെയാണ് ഇന്നിപ്പോൾ രാവിലെ എണീറ്റ ശേഷം കാണാതായത് എന്നുള്ളൊരു പരാതിയാണ് അവർ നൽകിയിരുന്നത്. രാത്രി കിടന്നതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് വന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങി. സാജിദ്, അതായത് പോലീസാണോ ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്, അതോ നാട്ടുകാരാണോ? ഈ പോലീസും നാട്ടുകാരും ഒരുമിച്ചാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. അതിനിടയിലാണ് ഈ കുട്ടികൾക്കോണം ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ കിണറിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. ഈ പോലീസുകാരും നാട്ടുകാരും സംയുക്തമായി തന്നെയാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. ഈ കുട്ടി തന്നെയാണ് ഇതിനേക്കാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത്. മൃതദേഹം കിണറിന്റെ ഉള്ളിലാണ് കാണുന്നത്. ഏതാണ്ട് 2 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം തന്നെയാണ് ഈ കിണറിൽ ഉള്ളത്. ഈ കുട്ടിയുടേതാണ് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് ഉള്ളത്. അത് ഈ മൃതദേഹം ഈ പുറത്ത് എടുക്കേണ്ടതുണ്ട്. അതിന് ഈ ഫയർഫോഴ്സിന്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറിലേക്ക് ഇറങ്ങുകയും ചെയ്യും എന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. യെസ്, എന്തായാലും കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കാണാതായ കുഞ്ഞിനെ മരിച്ച നിലയിൽ വീടിന് സമീപത്തുള്ള സ്കൂളിനടുത്തുള്ള കിണറിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബാലരാമപുരത്താണ് സംഭവം നടന്നിരിക്കുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. രാത്രി ഉറങ്ങാൻ കിടന്ന കുഞ്ഞാണ്. ഇന്ന് രാവിലെ കാണാനില്ല എന്നുള്ള പരാതിയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ബാലരാമപുരം പോലീസിൽ നൽകിയത്. അതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വീടിന് സമീപത്തുള്ള സ്കൂളിന് സമീപത്തുള്ള കിണറിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ദേവേന്ദു എന്നാണ് കുഞ്ഞിന്റെ പേര് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇനി എന്തായാലും ഇത് സംബന്ധിച്ച് തുടരന്വേഷണം വളരെ പെട്ടെന്ന് പോലീസ് നടത്തും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നത് വ്യക്തമാക്കുകയായിരിക്കണം പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം. അതിന് മാതാപിതാക്കളിൽ നിന്ന് തന്നെ കൃത്യമായി മൊഴി രേഖപ്പെടുത്തുകയാണ്. പുറത്തുനിന്ന് ആർക്കെങ്കിലും വന്ന് കുഞ്ഞിനെ കവരാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള പരിശോധനകളിലേക്ക് അടക്കം കടക്കും. ഇത്തരം വാർത്തകൾ മുൻപും കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ബാലരാമപുരത്തു നിന്ന് വരുന്ന ഈ വാർത്ത അതീവ വാർത്താ പ്രാധാന്യം നേടുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു അന്ത്യത്തിലേക്കാണ് ഈ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ആ കുഞ്ഞിനെ കാണാതായി എന്ന് പറയുമ്പോൾ പോലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ, പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് സാജിദ് അജ്മൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സാജിദ്, ഇനിയിപ്പോൾ പോലീസ് അന്വേഷണവും ഏത് വഴിക്കായിരിക്കും? സ്വാഭാവികമായും ആദ്യം മാതാപിതാക്കളിൽ നിന്ന് വിശദമായ ഒരു മൊഴിയെടുക്കൽ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് ഇപ്പോൾ നീങ്ങിയോ? തീർച്ചയായും അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. ആദ്യം ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ പുറത്ത് എടുക്കണം. അതായത് കിണറിലാണ് ഉള്ളത്. ഈ മൃതദേഹം പുറത്തെടുത്ത് ഈ കുട്ടിയുടേതാണ് എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ആദ്യം നടക്കുക. പിന്നീട് ഇൻക്വസ്റ്റും അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഇത് വിശദമായി ഇതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം 2.5 വയസ്സ് മാത്രം ഉള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് രാത്രി ഈ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തു പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് എങ്ങനെയാണ് ഈ കിണറിന് അവിടെ എത്തിയത്, അതിൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഈ ഇവരോട് ശത്രുതയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ, ഈ കുടുംബത്തോട് ശത്രുതയുള്ള ആളുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അത്
ഔദ്യോഗികമായി തന്നെ പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസ് പോകുന്നത്. ഈ പ്രാഥമികമായി പോലീസ് ചെയ്യാനുള്ളത് ഈ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും കിടക്കും. അതോടൊപ്പം ഈ മാതാപിതാക്കളിൽ നിന്നും ഈ കുട്ടിയുടെ വീട്ടിലുള്ള മറ്റ് ആളുകളിൽ നിന്നും വിശദമായി മൊഴിയെടുക്കും. എന്നതിന് ശേഷം എങ്ങനെയാണ് കുഞ്ഞ് പുറത്തെത്തിയത്, ഇത് കൊലപാതകമാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കും. പോലീസ് ഇപ്പോൾ എന്തായാലും നാട്ടുകാരുടെ സഹായം കൂടി ഈ കിണറിൽ ഇറങ്ങുന്നതിന് തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. വെറും 2.5 വയസ്സുള്ള കുഞ്ഞാണ്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിനകത്ത് നിന്ന് ആരോ എടുത്തുകൊണ്ടുപോയതാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാരണം 2.5 വയസ്സുള്ള കുഞ്ഞായതുകൊണ്ട് തന്നെ ഈ വീടിന്റെ കതക് തുറന്ന് പുറത്തെത്തുക എന്നുള്ളത് സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് ആരാണ് കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയത്, അതിന് പിന്നിൽ